അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിൽ നിന്നും ലഭിച്ച വരുമാനം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി വിതരണം ചെയ്തു. ധനസഹായ വിതരണം കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി ഉദ്ഘാടനം ചെയ്തു. ടൗൺ ബോയ്സ് വണ്ടുംതറയുടെ നേതൃത്വത്തിലാണ് ഈ വർഷത്തേക്കൊപ്പം അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുക സമാഹരിക്കാനായിരുന്നു ടൂർണമെന്റ് ഒരുക്കിയത്. കഴിഞ്ഞ ഒരു മാസക്കാലമായി നടന്നുവന്ന ടൂർണമെന്റിൽ നിന്നും ലഭിച്ച വരുമാനമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഭാരവാഹികൾ വിതരണം ചെയ്തത്. 5,06,366 രൂപയാണ് കൈമാറിയത്. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC അബ്ദുൾ അസീസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ധനസഹായ വിതരണം കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി ഉദ്ഘാടനം ചെയ്തു. കൊപ്പം SI MP രാജേഷ് ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. ഫുട്ബോൾ ടൂർണമെന്റ് ഒരു മാസക്കാലം കഴിഞ്ഞ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ ഇന്ന് ഒത്തുകൂടുമ്പോൾ ആ ഫുട്ബോൾ ടൂർണമെന്റിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളത് ഒരു നല്ല കാര്യത്തിന് ചെലവഴിക്കുന്നു എന്നുള്ളതിൽ അങ്ങനെ അറിഞ്ഞതിൽ അതിൻ്റെ കൂടി ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. സംഘാടകരോട് പറയാനുള്ളത്, സംഘാടകർ അത് കഴിഞ്ഞ പഠിക്കാൻ സംസാരിച്ചപ്പോൾ ഇനി ഒരു ഫുട്ബോൾ മത്സരം നടത്തണോ എന്നുള്ളതാണ് ശ്രീ മൊയ്തീൻ പറയിൽ എന്നോട് കഴിഞ്ഞപ്പോൾ ചോദിച്ചത്. അപ്പം ഞാൻ അവരോടൊക്കെ പറയാനുള്ളതിൻ്റെ കമ്മിറ്റിക്കാരെ ഒട്ടുമിക്ക റിയാസും അതേപോലെ ഇവരൊക്കെ ഉൾപ്പെടെയുള്ള എല്ലാവരോടും പറയാനുള്ളത്, ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ പല പരിമിതികളും പലപ്പോഴും പല പരാജയങ്ങളും ഉണ്ടാകും. അതിനെ വെച്ചുകൊണ്ട് ഫുട്ബോൾ മത്സരം നടത്താതെ ഒഴിവാക്കലല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഈ വർഷം നമുക്കുണ്ടായ എന്തെല്ലാം പ്രശ്നങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വരും വർഷങ്ങളിൽ അത് ഉണ്ടാവാതിരിക്കാൻ നോക്കിക്കൊണ്ട് ഇതിൽ മികച്ച രീതിയിൽ സംഘടിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് സംഘാടകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അങ്ങനെ ഉണ്ടായി അതിനെ വിജയിപ്പിച്ചാൽ ഇതേപോലെ നമ്മൾ ഇന്ന് ഒത്തുകൂടിയതിനേക്കാൾ കൂടുതൽ അംഗങ്ങളുമായിട്ട് നമുക്ക് ഒത്തുകൂടാനും അവർക്കൊക്കെ അതിന്റെ ചെറിയ സഹായങ്ങളെങ്കിലും ചെയ്യാനും നമുക്ക് കഴിയും. ടൂർണമെന്റ് സെക്രട്ടറി മൊയ്തീൻ പാറയിൽ അധ്യക്ഷനായിരുന്നു. TK ഇസ്ഹാഖ്, T ഉണ്ണി, റിയാസ് തിയാട്ടിൽ, കുഞ്ഞാവ തിയാട്ടിൽ, മസീഫ് ഹാജി വണ്ടുതറ, CP നാസർ, CT ഹംസഫ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.